ഞാനൊന്നാമത് ഈ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ പോയി പെയിൻറ്റിങ് പഠിച്ച ആളല്ല. ആകെ എനിക്ക് പെയിൻറ്റിങ്ങിൽ കിട്ടിയ ഒരു ശിക്ഷണം എന്ന് പറയുന്നത്, ഞാൻ ഇംഗ്ലണ്ടിൽ ഒരു വർഷം പഠിക്കാൻ പോയി 1995 മറ്റോ. അവിടെ യൂണിവേഴ്സിറ്റിയിൽ ഒരു നല്ല സ്റ്റുഡിയോയും അതിൻ്റെ പരിശീലന കളരിയുണ്ട് അവിടെ നമ്മുടെ സർവകലാശാലകളിലെ പോലെ അതിന് നിയന്ത്രണമോ ഇത്ര ക്യാൻവാസ് എടുക്കാൻ പാടുള്ളൊന്നുമില്ല. ഇഷ്ടംപോലെ സാധനങ്ങൾ വാരി വലിച്ചിട്ടിരിക്കുകയാണ്. യു ക്യാൻ ഡു വാട്ട് എവർ യു വോണ്ട്. അങ്ങനെ ഞാൻ ഒരു വർഷവും മിക്കവാറും എല്ലാം വൈകുന്നേരം ആ സ്റ്റുഡിയോയിൽ പോകുമായിരുന്നു. അങ്ങനെ അവിടെ ടീച്ചറുണ്ട്, അവരെന്നെ ചിലതൊക്കെ പഠിപ്പിക്കും, ഇങ്ങനെ ഡൂസ് ഡോൺസ്. ഉദാഹരണത്തിന് വാട്ടർ കളർ ഞാൻ അവിടെ നിന്നാണ് പഠിച്ചത്, പക്ഷേ എനിക്ക് ഇവിടെ പ്രയോഗിക്കാൻ ധൈര്യമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു സ്കൂളിൽ പോയി പഠിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഈ സ്റ്റൈലൊന്നും എനിക്ക് അക്കാഡമിക്കായിട്ടൊരു പക്ഷേ അറിയാൻ പറ്റുമായിരിക്കും, പക്ഷേ എൻ്റെ പെയിൻറ്റിങ്ങിൽ ഞാൻ അതൊന്നും വകവെച്ചിട്ടില്ല. എനിക്ക് തോന്നിയ പോലെ ONV സാർ തോന്നിയ അക്ഷരങ്ങൾ എന്ന് അദ്ദേഹത്തിൻ്റെ കവിതയെപ്പറ്റി പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ തോന്നലിന് അനുപൂരകമായ രീതിയിൽ ഞാൻ വരയ്ക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. വരച്ച് വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ശൈലി വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ബാക്കി ആരെങ്കിലുമൊക്കെ പറയേണ്ടതാണ്. നമ്മൾ പറയേണ്ട കാര്യം എനിക്കറിയാൻ വയ്യാത്തതുകൊണ്ട് പറയാത്തതാണ്. അതൊക്കെ അറിയാം. അതൊന്നും ഞാൻ പ്രയോഗിക്കുന്നില്ല. അതൊക്കെ നമ്മൾ പ്രയോഗിച്ചാലുണ്ടല്ലോ, ഞാൻ പോസ്റ്റ് മോഡേൺ കവിതയാണ് എഴുതാൻ പോകുന്നതെന്ന് വിചാരിച്ച് കവിത എഴുതുന്ന പോലെ ഇരിക്കും, പരമപൂർവ്വമായിരിക്കും. എഴുതുക എന്നുള്ളതാണ് പ്രധാനം, എന്ന് പറഞ്ഞാൽ വരയ്ക്കുക എന്നുള്ളത് പ്രധാനം. അത് ഈ അർത്ഥതലങ്ങൾ ചോദിക്കുന്ന ഒരാൾ കുറച്ചും കൂടെ ഹോംവർക്ക് ചെയ്യണമെന്നുള്ളത് വ്യക്തമല്ലേ. കാരണം പെയിൻറ്റിങ്ങിനെ പറ്റി അറിയാമെന്നുള്ള ഒരാൾ ഒരിക്കലും ചോദിക്കാത്തൊരു ചോദ്യമാണ് എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നുള്ളത്. അതൊരു LKG ചോദ്യമാണ്. അത് പറയുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കുക, ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് തന്നെയാണ് എൻ്റെ അർത്ഥം, അതല്ലാതെ വേറൊരു അർത്ഥമില്ല. ഞാൻ കണ്ട അർത്ഥമായിരിക്കില്ല നിങ്ങൾക്ക് തോന്നുന്നത്. കാരണം നിങ്ങളുടെ എക്സ്പീരിയൻസും, ഞാൻ ഭാരതത്തിനെ പറ്റിയൊന്നുമല്ല ഒന്നുമല്ല പറയുന്നത്, അത്തരത്തിലുള്ള പോസ്റ്റ് മോഡേൺ ഡെത്ത് ഓഫ് ദി റൈറ്റർ ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ പെയിൻറ്റിങ് പർട്ടിക്കുലർലി നിങ്ങളുടെ മനസ്സിലാണ് പുനർജനിക്കുന്നത്. ആ ജനിക്കുമ്പോൾ ആ കാണുന്ന ആളിൻ്റെ എക്സ്പീരിയൻസ്, അയാളുടെ സംസ്കാരം, ചിത്രകലാ സംസ്കാരം ഒക്കെ അയാളെ സ്വാധീനിക്കും. ഞാൻ ഒരാൾ കണ്ടതുപോലെ അല്ല വേറൊരാളിനെ കാണുന്നത്. അതിപ്പോൾ ഞാനൊരു കച്ചവടക്കാരനായിരുന്നെങ്കിലും എൻ്റെ കച്ചവടം നല്ല പച്ച പിടിക്കുന്ന സമയമാണെങ്കിൽ എനിക്ക് തീരെ സമയം ഉണ്ടാവില്ല. കാരണം ഞാൻ കടം വാങ്ങിച്ചിട്ടുണ്ട്, ഇൻട്രസ്റ്റ് കൊടുക്കണം, ലാഭം ഉണ്ടാക്കണം. സമയം എന്നുള്ളത് നമ്മൾ കണ്ടെത്തുന്നതാണ്. എല്ലാവർക്കും ഒരു ജോലിയും ചെയ്യാതെ ഒരു ദിവസം കളഞ്ഞ ഒരാളിന് 24 മണിക്കൂറുണ്ട്, മൾട്ടി ടാസ്ക് ചെയ്ത ഒരാളിന് 24 മണിക്കൂറുണ്ട്. ആ ടൈം റിലേറ്റീവാണ്, നമ്മൾ ഉണ്ടാക്കുന്നതാണ് സമയം. അതിനകത്തിപ്പോൾ ചില പെയിൻറ്റിങ്ങൊക്കെ നമുക്ക് ഈ അനുസരിക്കാത്ത ചില സൗഹൃദങ്ങളെ പോലെ ഈ വർക്ക് തന്നെ നമുക്ക് കുറച്ച് കഷ്ടപ്പെടുത്തിയ വർക്കാണ് ഇത് തന്നെ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച എഫക്റ്റ് വരുന്നില്ല. അപ്പോൾ നമ്മൾ വേറെ കളറിടുമ്പോൾ ചിലപ്പോൾ അതിനേക്കാൾ മോശമാവും. അപ്പോൾ സമയമെടുക്കും. മിക്കവാറും ഒരു വർക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു 3 ദിവസം എടുക്കും ഒരു വർക്ക് തീരാൻ, പ്രോപ്പറായിട്ട് തീരാനായിട്ട്. ഇതുപോലെ ഈ 6x4 ഒരു വർക്ക് തീരാൻ മിനിമം 3 ദിവസം എടുക്കും. ചിലപ്പോൾ നമ്മൾ 3 ദിവസം കൊണ്ട് തീരും. തിരിച്ചു വന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടപ്പെടുകയില്ല, പിന്നെ അത് ഓവർ പെയിൻറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ ഉണ്ട്. ഓവർ പെയിൻറ്റ് ചെയ്യാത്ത വർക്കുണ്ട്. ആ വർക്കിനകത്ത് ഒരു ഓവർ പെയിൻറ്റിംഗ് ഇല്ല കൃത്യമായിട്ട് ചെയ്തത്. ചിലത് കൃത്യമായിട്ടത് വാർന്നു വീഴും, ചിലത് ഈ പറഞ്ഞ പോലെ ചില നേരങ്ങളിൽ അതങ്ങോട്ട് വഴങ്ങി വരത്തില്ല. അതും ഒരു എക്സ്പീരിയൻസാണ് നമുക്ക്. ഇതിന് ഇപ്പോൾ അങ്ങനെയൊന്നും തോന്നുന്നില്ല. കാരണം മനസ്സിൽ കിടന്നതൊക്കെ ഇപ്പോൾ കുറേ പുറത്ത് വന്നല്ലോ. ഇനി ഒരു സമയം വരുമ്പോഴത്തേക്ക് അത് ഇറ്റ് വിൽ അഗെയിൻ സ്വെൽ. അടുത്തൊരു പെയിൻറ്റിങ് എക്സിബിഷൻ നടത്തേണ്ട സമയമായി നമുക്ക് തോന്നും. നമ്മൾ വളരുകയാണല്ലോ. നമ്മൾ വളരുകയല്ല, നമ്മൾ ജീവിതാനുഭവങ്ങളോട്, പ്രകൃതിയോട്, കാഴ്ചകളോടൊക്കെയുള്ള നമ്മുടെ കാണാനുള്ള കഴിവ് തന്നെ പ്രായം കൂടുന്തോറും, അനുഭവങ്ങൾ കൂടുന്തോറും വ്യത്യസ്തമാവും. പിന്നെ നമ്മൾ തന്നെ ആർട്ട് വർക്കിനെ വിലയിരുത്തുന്ന രീതിയും നമുക്ക് വ്യത്യസ്തമാവും. ഒരു കാലത്ത് നമുക്ക് ഇതെന്ത് സ്റ്റുപ്പിഡ് ആർട്ടാണെന്ന് തോന്നിയിരുന്നത് കുറച്ച് കഴിയുമ്പോഴാണ് ഇതാണ്, അത് ശരി, ഇത് ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ. സോ ഇറ്റ്സ് എ ലേണിംഗ് പ്രോസസ്സ്. എവറി ആർട്ടിസ്റ്റ് ഈസ് എ കണ്ടിന്യൂസ് ലേണർ. അത് കവിയായാലും ശരി, ചിത്രകാരനായാലും ശരി, എഴുത്തുകാരനായാലും ശരി, യു കണ്ടിന്യൂസ്ലി ലേൺ. നമ്മളൊരു കാലത്ത് ട്രാഷ് എന്ന് പറഞ്ഞ് കളഞ്ഞിരുന്ന ചില പുസ്തകങ്ങൾ എനിക്കത് ഇഷ്ടമേ അല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടാമത് ഇപ്പോൾ എടുത്ത് വായിക്കുമ്പോൾ മൈ ഗോഡ്, ഇതാണല്ലോ ഞാൻ വായിക്കാതെ തള്ളിയത് എന്ന് തോന്നുന്നത് പോലെ തന്നെയാണ് പെയിൻറ്റിങ്ങും. ഒരു കാലത്ത് നമ്മളോട് മിണ്ടാട്ടമില്ലാതിരുന്ന ഒരു ചിത്രത്തെ നമ്മളിപ്പോൾ വളരെ അഗാധമായി സ്നേഹിക്കും. അത് നമ്മുടെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു മച്യൂരിറ്റി ഉണ്ടാകും.